ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. ജനവിധി ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. പ്രതീക്ഷയുടെ മുന്നണികൾ. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭകളിലേക്കും കേരളം ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങളിലെ 2 ലോക്സഭാ സീറ്റുകളിലേക്കും 48 നിയമസഭാ സീറ്റുകളിലേക്കും നടന്ന തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 8 മുതൽ. അരമണിക്കൂറിനുള്ളിൽ ആദ്യ ലീഡ് അറിയാം. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിനാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതിരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധയാകർഷിക്കുന്നു. ഹൈവോൾട്ടേജ് പ്രചാരണം നടന്ന പാലക്കാട്ടും ആകാംക്ഷയേറെ. ചേലക്കരയും ഇരുമുന്നണികൾക്കും പ്രധാനം. മഹാരാഷ്ട്രയിൽ MLAമാരെ ഒളിപ്പിക്കാൻ ഇരുമുന്നണികളും. റിസോർട്ടുകൾ മുതൽ ഹെലികോപ്റ്റർ വരെ റെഡി. മുംബൈ, മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലമറിഞ്ഞാലുടൻ MLAമാരെ ഹോട്ടലിലേക്കു മാറ്റാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയായ മഹാവികാസ് അഘാഡി തീരുമാനിച്ചു. അശോക് ഗെലോട്ട്, ഭൂപേഷ് ബാഗേൽ, ജി പരമേശ്വര എന്നിവരെ നിരീക്ഷകരായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ചു. കുതിരക്കച്ചവടത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് എല്ലാ പാർട്ടികളും ജാഗ്രതയിലാണ്. BJP മുന്നണിയായ മഹായുതി ഹെലികോപ്റ്ററുകൾ വരെ സജ്ജമാക്കി. 288 മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് ഭൂരിപക്ഷത്തിന് 145 സീറ്റ് വേണം. മുഖ്യമന്ത്രി ആരാകണമെന്നതു സംബന്ധിച്ചും ഇരുമുന്നണികളിലും തർക്കമുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏറെയും BJP, ശിവസേന, ഷിൻഡെ, NCP, അജിത് വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന മഹായുതിക്ക് ഭരണത്തുടർച്ച പ്രവചിക്കുന്നു. ഇതു യാഥാർത്ഥ്യമായാൽ BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. എന്നാൽ നിലവിലെ മുഖ്യമന്ത്രിയും ശിവസേന ഷിൻഡെ വിഭാഗം നേതാവുമായ ഏക്നാഥ് ഷിൻഡെ വഴങ്ങിയില്ലെങ്കിൽ സ്ഥിതി മാറും. ക്ഷമയ്ക്ക് അതിരുണ്ട്, പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് സജി ചെറിയാൻ. തിരുവനന്തപുരം. വേട്ടയാടലും ഭീഷണിയും തന്നോട് വേണ്ടെന്നും ഇതുവരെ പറയാത്ത കാര്യങ്ങൾ തന്നെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും മന്ത്രി സജി ചെറിയാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതൊക്കെ പറഞ്ഞാൽ പലരുടെയും യഥാർത്ഥ മുഖങ്ങളെ നാടറിയുമെന്നും സജി ചെറിയാൻ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ അരമണിക്കൂറിനുള്ളിൽ മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. തന്റെ ജീവന് വരെ പലരും വില പറഞ്ഞിട്ടും താൻ കൂസിയിട്ടില്ല. പാർട്ടി ദുർബലമായ നാട്ടിൽ 32,000 വരെ ഭൂരിപക്ഷം നേടി. ഒരു ചെറിയ വിഭാഗം വലതുപക്ഷ നേതാക്കൾക്ക് തന്നോട് അസൂയയാണ്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെങ്ങന്നൂരിൽ ചെയ്യുന്നതുകൊണ്ടാണ് തന്നോട് അസൂയ. ഇവിടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ക്ഷമയ്ക്ക് അതിരുണ്ടെന്നും സാധാരണ മനുഷ്യനുവേണ്ടി ജീവിതം സമർപ്പിച്ചയാളാണ് താനെന്നും എല്ലാ തെളിവും വെറുതെ ആകില്ലെന്നും സജി ചെറിയാൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സജി ചെറിയാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം. എന്റെ പൊതുപ്രവർത്തനം 8ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. 13ാം വയസ്സിൽ. ഇന്ന് 59. പൊതുപ്രവർത്തനം തുടങ്ങി ഇപ്പോൾ 45 വർഷം കഴിഞ്ഞു. വലതുപക്ഷ വേട്ടയാടലുകൾ നേരിട്ടാണ് ഇവിടെ വരെ എത്തിയത്. പാർട്ടി ദുർബലമായ നാട്ടിൽ 32,000 വരെ ഭൂരിപക്ഷം നേടി. എന്റെ ജീവന് ഒരുപാട് പേർ വില പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂസിയിട്ടില്ല. ഒന്നിന്റെ മുന്നിലും എന്റെ ആശയം പണയം വച്ചിട്ടില്ല. ഞാൻ സാധാരണ മനുഷ്യനുവേണ്ടി എന്റെ ജീവിതം സമർപ്പിച്ച ആളാണ്. ഞാൻ പാവപ്പെട്ടവനെയും എന്റെ മുന്നിലെത്തുന്നവരെയും ജാതിമത രാഷ്ട്രീയ പരിഗണനകളില്ലാതെ സ്നേഹിച്ചു. ചെയ്യാവുന്നത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരാൾക്കും ഈ കാലയളവിൽ ഒരു പരാതിയും ഉയർത്താനും കഴിഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായ ആക്ഷേപങ്ങളില്ലാതെ ചെയ്തു. അതിനെല്ലാം എന്റെ പാർട്ടി എനിക്ക് അംഗീകാരം നൽകിയിട്ടുമുണ്ട്. എന്നെ ജയിപ്പിച്ച ജനങ്ങൾ ചെങ്ങന്നൂർ എന്താണ് ആഗ്രഹിച്ചത് അതിന്റെ 10 മടങ്ങ് 6 വർഷം കൊണ്ടു എല്ലാവരുടെയും പിന്തുണ കൊണ്ട് ഇതിനോടകം നിറവേറ്റി. ബാക്കി ചെയ്യാൻ വരും നാളുകൾ 16 മാസം കൊണ്ടു കഴിയും. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു കാര്യം ജനങ്ങളോട് ഞാൻ പറഞ്ഞു. ഞാൻ വഴി ഈ നാടിനും ചെങ്ങന്നൂരിലെ ജനങ്ങൾക്കും ഒരു അപമാനവും ഉണ്ടാക്കില്ല. അത് ഞാൻ പാലിച്ചിട്ടുണ്ട്. നിലപാടുകൾ എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളാം. അത് നാളെയും തുടരും. മറിച്ചു വേട്ടയാടൽ, ഭീഷണി, ആക്ഷേപങ്ങൾ വേണ്ട. പതിറ്റാണ്ടുകളായി സഹിക്കുന്നു. ഞാനും ഒരു മനുഷ്യനാണ്. എനിക്കും ഒരു കുടുംബമുണ്ട്. ഈ നാടിന് അറിയാം ഞാൻ ആരാണെന്ന്. ആർക്കും പരസ്യമായി ഓഡിറ്റ് ചെയ്യാം, നേരിട്ട് ചോദിക്കാം, ഒരു തടസ്സവുമില്ല. നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ചെങ്ങന്നൂരിൽ നടപ്പാക്കുമ്പോൾ തകർക്കാമെന്ന് കരുതരുത്. അത് ഒരു ചെറിയ വിഭാഗം വലതുപക്ഷ നേതാക്കളുടെ സ്വപ്നവും അസൂയയും മാത്രം. ഇവിടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും എന്നെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നത് നല്ലതാണ്. പലരുടെയും യഥാർത്ഥ മുഖങ്ങൾ നാടറിയും. ക്ഷമയ്ക്കും ഒരിതിരുണ്ട്. എല്ലാ തെളിവും വെറുതെ ആകില്ല. ഫോൺ ഒന്ന് തരാമോ? അത്യാവശ്യമായി ഒരാളെ വിളിക്കണം. മൊബൈൽ കൈവശപ്പെടുത്തി കടന്നുകളയുന്ന ദമ്പതികൾ അറസ്റ്റിൽ. അത്യാവശ്യമായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മൊബൈൽ കൈവശപ്പെടുത്തിയ ശേഷം അതുമായി കടന്നുകളയുന്ന ദമ്പതികൾ അറസ്റ്റിൽ. വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റുമെത്തി കടയിലുള്ളവരുടെയോ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുടെയോ മൊബൈലുകളാണ് ഇങ്ങനെ തട്ടിയെടുക്കുന്നത്. കാസർകോട് മൂളിയൂർ സ്വദേശി അലി അഷ്കർ, തൃശൂർ പുതുക്കാട് സ്വദേശി MD ആൻമേരി എന്നിവരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ സ്ഥിരം കുറ്റവാളികളാണെന്നാണ് പോലീസ് പറയുന്നത്. കടകളിലും മറ്റും കയറി തങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ടുവെന്നും അത്യാവശ്യമായി ഒരാളെ വിളിക്കണമെന്നും പറഞ്ഞ് മൊബൈലുകൾ വാങ്ങുകയാണ് ഇവർ ആദ്യം ചെയ്യുക. ശേഷം ഇതുമായി ഓടി രക്ഷപ്പെടുകയാണ് മോഷണരീതി. സമീപത്തായി പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കിൽ ഉടൻ സ്ഥലത്തുനിന്ന് കടക്കുകയും ചെയ്യും. ഇത്തരത്തിൽ മൊബൈൽ തട്ടിയെടുത്ത 10ഓളം കേസുകളിൽ പോലീസിന് പരാതി ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നഗരത്തിലെ ഒരു ബേക്കറി ജീവനക്കാരന്റെ മൊബൈൽ സമാന രീതിയിൽ തട്ടിച്ചതാണ് ഇവരുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഇവർക്കായി വല വിരിക്കുകയായിരുന്നു.
കൊച്ചിയിൽ ഒരുമിച്ച് താമസിക്കുന്ന ഇരുവരും മുൻപ് ലഹരി, ബൈക്ക് മോഷണ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. വയനാട് ദുരന്തത്തിൽ സത്യവാങ്മൂലവുമായി കേന്ദ്ര സർക്കാർ. ദുരന്ത സഹായത്തിൽ നടപടികൾ പുരോഗമിക്കുകയാണെന്നും വ്യവസ്ഥകൾക്ക് വിധേയമായി 153 കോടി ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ചെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളെ പുനരധിവസിപ്പിക്കാൻ 2219 കോടി രൂപയുടെ കേന്ദ്ര സഹായം വേണമെന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതിടെയാണ് നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മാത്രമുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ സത്യവാങ്മൂലം. എന്നാൽ ഏറ്റവും പുതുതായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും വയനാടിനെ സംരക്ഷിക്കാൻ ഏത് പാക്കേജാണെന്നും വ്യക്തമാക്കുന്നില്ല. വയോജന ഭിന്നശേഷി സഹായ ഉപകരണ വിതരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണ വിതരണത്തിന്റെ മൂന്നോടിയായി വയോജന ഭിന്നശേഷി സഹായ ഉപകരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജമീല ആസീസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB ചിരണ്ടായത്ത്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ റിയാനസ് സുബൈർ, ലീലാമ്മ കണ്ടത്തിൽ, സൂസൻ വർഗീസ്, ഷാജി മുട്ടത്ത്, റീന സാബു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തമ്പി പറകണ്ടത്തിൽ, വയോജന ക്ലബ്ബ് പ്രതിനിധി CC ആൻഡ്രൂസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മെഡിക്കൽ ക്യാമ്പിൽ ഭിന്നശേഷിക്കാരായ 33 ആളുകളും വയോജന വിഭാഗത്തിൽ 80 ആളുകളും ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധനകൾ പൂർത്തീകരിച്ച് സഹായ ഉപകരണങ്ങൾക്ക് അർഹരായി. ക്യാമ്പുകൾക്ക് ഡോക്ടർ സന്ദീപ് ഓർത്തോ സ്പെഷ്യലിസ്റ്റ്, ഡോക്ടർ ദിവ്യ ENT സ്പെഷ്യലിസ്റ്റ്, ഓഡിയോളജിസ്റ്റ് ഐശ്വര്യ ജോസഫ്, കെൽപ്രോൺ അസിസ്റ്റന്റ് 1 ഷഹബാസ്, വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനായ അജ്മൽ, ICDS സൂപ്പർവൈസർ സബന P, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ഡോണ ഫ്രാൻസിസ്, അംഗൻവാടി വർക്കർമാരായ ലൈല VA, സോളി ദേവസ്യ, മേരിക്കുട്ടി സേവ്യർ, ജിൻഷ PP, അഞ്ജു VM, ബിന്ദു VK, ജിൻസി ജേക്കബ്, ശ്രീലത P എന്നിവർ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി. വയോജന സഹായ ഉപകരണങ്ങളായ വീൽ ചെയർ, വാക്കർ, ഹിയറിംഗ് എയ്ഡ് എന്നിവയാണ് വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപ വകയിരുത്തി ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ സഹായവും ഉപകരണങ്ങളും ലഭ്യമാക്കുന്നത്. കപ്പൂച്ചിൽ ബ്രദേഴ്സ് സംഘടിപ്പിക്കുന്നു രക്തദാന ക്യാമ്പ് കോടഞ്ചേരിയിൽ. കോടഞ്ചേരി കപ്പൂച്ചിൽ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പ് ഡിസംബർ 1 ഞായറാഴ്ച കോടഞ്ചേരിയിൽ നടക്കും. രാവിലെ 8:30 കോടഞ്ചേരി പാരിഷ് ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. പ്രസ്തുത ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനും രക്തദാനം വഴിയായി ഒരു ജീവൻ രക്ഷിക്കുന്നതിനും ഏവരുടെയും സഹകരണവും സാന്നിധ്യവും ക്ഷണിച്ചുകൊള്ളുന്നതായി കപ്പൂച്ചിൻ ബ്രദർ സജിദ് സെബാസ്റ്റ്യൻ അറിയിച്ചു. രക്തദാനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ബ്രദർ ഡയസ് 603080814225, ബ്രദർ റബിൻ 8050811076, ബ്രദർ ജസ്റ്റിൻ 7012257392. ബോസ്കോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. മുക്കം മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജ് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നന്ദിനി മിൽക്ക് പ്രോഡക്റ്റ് പ്രൈസ് മണിക്ക് വേണ്ടിയും കൊയിലാട്ട് ജ്വല്ലറി എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയും ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കോളേജ് മാനേജർ ഫാദർ മാർട്ടിൻ അഗസ്റ്റിൻ നിർവഹിച്ചു. ജില്ലയിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനവും കോടഞ്ചേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള ട്രോഫികൾ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജോബി M. എബ്രഹാം നടത്തി. മത്സരങ്ങൾക്ക് ലിജു ജോസഫ്, അലക്സ് തോമസ്, രബിത് BK എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ ഒളിമ്പിക്സ് ജേതാവും സേക്രഡ് ഹാർട്ട് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അനന്യ അനിൽകുമാറിനെ ആദരിച്ചു. തിരുവമ്പാടി സംസ്ഥാനതല സ്കൂൾ ഒളിമ്പിക്സ് കായികമേളയിൽ സബ് ജൂനിയർ ഗേൾസ് ഷോട്ട്പുട്ട് ഇനത്തിൽ 2ാം സ്ഥാനം നേടി ദേശീയ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അനന്യ അനിൽകുമാർ നാടിനും നാട്ടുകാർക്കും വിദ്യാലയത്തിനും അഭിമാനമായി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ പൊന്നാടിയണിയിച്ച് മെമന്റോ നൽകി കുട്ടിയെ ആദരിച്ചു. വാർഡ് മെമ്പർ ലിസി മാളിയേക്കൽ, PETA പ്രസിഡന്റ് ഷിജു, നഴ്സറി സ്കൂൾ PETA പ്രസിഡന്റ് മെവിൻ, സിമി സ്റ്റീഫൻ, സ്കൂൾ ലീഡർ അസ്ലഹ്, അധ്യാപകരായ അബ്ദുറബ്ബ്, ആൽബിൻ അബ്രഹാം, അയ്യൂബ്, JC, ഡാനി തോമസ്, ധന്യ, ലിസി എന്നിവർ സംസാരിച്ചു. വിജയിയെ തുറന്ന വാഹനത്തിൽ തിരുവമ്പാടി അങ്ങാടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ തോമസ് നാപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ്മാസ്റ്റർ സുനിൽ പോൾ സ്വാഗതവും കായിക അധ്യാപിക ഡെൽന ബോബി നന്ദിയും പറഞ്ഞു. LDF പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ഓമശ്ശേരി അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. UDFന്റെ താൽപര്യത്തിനനുസരിച്ച് വാർഡ് വിതരണ പ്രപ്പോസൽ സമർപ്പിച്ച സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും പ്രവൃത്തിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലിമിറ്റേഷൻ കമ്മിറ്റി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്.
പ്രതിഷേധ സമരം LDF കൺവീനർ KK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. OP അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. MP രാഗേഷ്, നൌഷാദ് ചെമ്പ്ര, T മഹറൂഫ്, KV ഷാജി എന്നിവർ സംസാരിച്ചു. OK സദാനന്ദൻ സ്വാഗതവും ഫായിസ് ഓമശ്ശേരി നന്ദിയും പറഞ്ഞു. കോടഞ്ചേരി കണ്ണോത്ത് ഈട്ടിക്കൽ പരേതനായ മത്തായിയുടെ ഭാര്യ റോസ 79 അന്തരിച്ചു. പരേത ഇടുക്കിമുളക്കിൽ തൊട്ടിയിൽ കുടുംബാംഗം. സംസ്കാരം ഇന്ന് 2024 നവംബർ 23 ഉച്ചകഴിഞ്ഞ് 2:30 ആരംഭിച്ച് കണ്ണോത്ത് സെന്റ് മേരീസ് പള്ളിയിൽ. മക്കൾ പരേതനായ പാപ്പച്ചൻ, മേരി, ബേബി, സണ്ണി, പരേതനായ ബിനോയി. മരുമക്കൾ സ്മിത, മിനി, സിൽവി, ഉണ്ണി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.